ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ചെറിയൊരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് പാലൊഴിക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം. കുറച്ച് നേരിയ ചൂടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് കുഴച്ചെടുക്കാം. ബാക്കി ആവശ്യത്തിനുള്ള ചെറു ചൂടുവെള്ളം തന്നെ ഒഴിച്ചാൽ മതി. നന്നായി കുഴച്ചെടുക്കണം. നന്നായി കുഴഞ്ഞിട്ടുണ്ട്. വിരൽ വെക്കുമ്പോൾ താന്നു പോകുന്ന അത്രയും നനവുണ്ടായിരിക്കണം മാവിന്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ വെക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. വിരൽ വെക്കുമ്പോഴേക്കും താന്നു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി പ്രസ് ചെയ്തെടുക്കാം. പരത്താനുള്ള സാമഗ്രികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ഒരു ഉരുളയും ഇതുപോലെ പൊടിയിൽ മുക്കി എടുത്തതിന് ശേഷം പ്രസ് ചെയ്തെടുക്കണം. പകുതി പ്രസ് ചെയ്തെടുത്താൽ മതി. എല്ലാം പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചട്ടി വെച്ച് ഓരോന്നായി പരത്തി ചുട്ടെടുക്കാം. പാചകം ഒരു കലയാണ്. ആസ്വദിച്ച് ചെയ്താൽ എല്ലാം ടേസ്റ്റ് ഉണ്ടാവും. പരത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പാനിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ചപ്പാത്തി ഇട്ട് കഴിയുമ്പോൾ ചെറുതായി ഒന്ന് ആവി വരും. ആവി വരുമ്പോൾ ഉടനെ തന്നെ നമ്മൾ മറിച്ചിടണം. മറിച്ചിട്ട് ഇതുപോലെ എല്ലാ വശവും ചൂട് കൊള്ളുന്ന വിധത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലായിടും പോള വന്നിട്ടുണ്ട്. അതായത് അടിഭാഗം നന്നായി വേവായിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് ഇതുപോലെ തന്നെ എല്ലാ സൈഡും ചെയ്ത് കൊടുക്കും. സൈഡ് ബൈ സൈഡായിട്ട് നമുക്ക് ചുടലും പരത്തലും ചെയ്യാൻ പറ്റും. നല്ല ഒറ്റപ്പോള സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ചപ്പാത്തി റെഡി. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കല്ലേ.